ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫുഡ് ട്രാവൽ ആൻഡ് ടെക്. ഫുഡ് ട്രാവൽ ആൻഡ് ടെക്കിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിപ്പോൾ ഉള്ളത് കോന്നി ആനക്കൊട്ടിലാണ്. അതിൻ്റെ എൻട്രൻസിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അതാണ് ഈ കാണുന്നത്, കോന്നി എക്കോ ടൂറിസം. അപ്പോൾ ആനക്കൊട്ടിലേക്ക് നമുക്ക് പോകാം. ആദ്യമായിട്ട് അതിനുവേണ്ടി ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റിൻ്റെ മറ്റും റേറ്റും കാര്യങ്ങളൊക്കെ എന്നിട്ട് പറയാം. നമ്മൾ എൻട്രൻസിലേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെയാണ് പാർക്കിംഗ് ഏരിയ. ഇത്രയും വരും പാർക്കിങ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള പാർക്കിങ് നമുക്കിവിടെ കിട്ടുന്നതാണ്. അപ്പോൾ ഇന്ന് എന്നോടൊപ്പം എൻ്റെ കൊളീഗ്സായ ജിനു പിന്നെ അമൽ, രണ്ട് പേരും ഉണ്ട് എന്നോടൊപ്പം. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ അകത്തേക്ക് പോയി ടിക്കറ്റ് എടുത്ത് ബാക്കി കാര്യങ്ങൾ കാഴ്ചകളിലേക്ക് പോകാം. തിങ്കളാഴ്ച ദിവസം ഇവിടെ അവധിയാണ് കേട്ടോ. തിങ്കളാഴ്ച ദിവസം ഇവിടെ എൻട്രി ഇല്ല. തിങ്കളാഴ്ചയാണ് ഇവിടെ ഹോളിഡേ ആയിട്ടുള്ളത്. പിന്നെ കേരളത്തിലെ രണ്ട് പ്രധാനപ്പെട്ട ആനക്കൂടുകളാണുള്ളത്. അതിൽ ഒന്ന് എറണാകുളം ജില്ലയിലെ കോടനാടും രണ്ടാമത്തത് പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിലും. അങ്ങനെ രണ്ടാമത്തെ ആനക്കൊട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടേക്ക് എത്താനായിട്ട് പത്തനംതിട്ട ജില്ലയിൽ നിന്ന് ഏകദേശം ഒരു 12 കിലോമീറ്ററാണ് ദൂരമുള്ളത്. ഇപ്പോൾ കൊറോണയൊക്കെ ആയതുകൊണ്ട് സാനിറ്റൈസൊക്കെ ചെയ്തിട്ട് സാമൂഹിക അകലമൊക്കെ പാലിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇവിടേക്ക് എൻട്രി ഉള്ളത്. നമുക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ പെഡൽ കൊണ്ടുള്ള ഒരു സാനിറ്റൈസ് ചെയ്യാനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് വേണം ഉള്ളിലേക്ക് കയറാൻ. അവിടെ നമ്മുടെ പേര് ഡീറ്റെയിൽസൊക്കെ കൊടുക്കണം. ഞങ്ങൾ 3 പേരുണ്ട്. 3 പേരുടെയും പേരും ഫോൺ നമ്പറും കൊടുക്കണം. അതിന് ശേഷമേ ടിക്കറ്റ് നമുക്ക് ഇഷ്യൂ ചെയ്യും. അപ്പോൾ ടിക്കറ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മുതിർന്നവർക്ക് 20 രൂപയും കുട്ടികൾക്കും പിന്നെ വിദ്യാർത്ഥികൾക്കും 5 രൂപയും ആണ് ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ്. അതുപോലെ തന്നെ സ്റ്റിൽ ഹാൻഡി ക്യാമുകൾക്ക് 100 രൂപയും പിന്നെ മൂവി ക്യാമറകൾക്ക് 250 രൂപയാണ് ഇവിടുത്തെ റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ അതിന് തൊട്ടപ്പുറത്ത് തന്നെ ഇതിലിപ്പോൾ ഈ നമുക്ക് എൻട്രൻസിൽ തന്നെ ഉള്ളിലേക്ക് കയറി കഴിയുമ്പോൾ ടിക്കറ്റ് എടുത്ത് മുന്നോട്ട് നടന്നു കഴിയുമ്പോൾ ഒരു വനം ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഒരു കൗണ്ടറുണ്ട്. തേന് പിന്നെ ആനകളുടെ ശില്പമൊക്കെ വിൽക്കുന്ന ഒരു കൗണ്ടറുണ്ട്. നമ്മൾ അതിനകത്തേക്ക് കയറിയില്ല, നമ്മൾ നേരെ തന്നെ നടന്നു പോയി. പിന്നെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ഫസ്റ്റിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ആനക്കൂടാണ്. ഈ ആനക്കൂട് എന്ന് പറയുമ്പം നല്ല ഹൈറ്റാണ്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ ഇവിടെ ഒരു ബോർഡിൽ തന്നെ വെച്ചിട്ടുണ്ട്. ആനക്കൂടിനെ കുറിച്ചുള്ള വിശദവിവരങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. 1942 ഇത് സ്ഥാപിതമായത്. കമ്പകം എന്ന മരം ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ നിർമ്മാണം. ആനക്കൂടിൻ്റെ നീളം ഏകദേശം ഒരു 12.6 മീറ്ററും വീതി 8.5 മീറ്ററും ഉയരം ഒരു 7 മീറ്ററുമാണ്. 1810 കോന്നിയിൽ ആനപിടുത്തം ആരംഭിച്ചത്. അത്രയും വർഷം മുമ്പ് ആരംഭിച്ചാണ്. 1810, 900 ഇല്ല, ഒരു നൂറ്റാണ്ടും കഴിഞ്ഞ് 2 നൂറ്റാണ്ടിന് മുകളിലായി. 1810 ആരംഭിച്ചത്. 1810, 910, 2010, 2 നൂറ്റാണ്ടിന് മുകളിലായി. അതേപോലെ 6 ആനകൾക്ക് ഒരേ സമയം ഇവിടെ ട്രെയിനിങ് കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. കൂടാതെ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമലയിൽ കോന്നി ആനത്താവളത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുമുണ്ട്. ഇത്തരം ഡീറ്റെയിൽസ് ഇവിടെ പ്രദർശിപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ പോകുന്ന വഴി വീണ്ടും ഒരു ബോർഡ് കാണാം. ഇവിടെ വരുന്നവർ ആനയുടെ അടുത്ത് പോവുകയോ ആനയെ തൊഴാൻ ശ്രമിക്കുകയോ ചെയ്യരുത്, ആനയോട് ചേർന്ന് നിന്ന് ഫോട്ടോ എടുക്കരുത്, അങ്ങനെ കുറേ നിർദ്ദേശങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ആനയ്ക്ക് ആഹാരം കൊടുക്കരുത്, ഫുഡ് കൊടുക്കരുത്, അങ്ങനെ കുറേ നിർദ്ദേശങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആനപ്പാപ്പാൻ്റെ അനുവാദം ചോദിക്കാതെ ആനയുടെ അടുത്തോട്ട് പോകരുത്, ഫോട്ടോ എടുക്കരുത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ വരുന്നവർ അതൊക്കെ ഒന്ന് പാലിക്കുക. അതുപോലെ തന്നെ കുട്ടികൾക്കായിട്ട് ഇവിടെ അതിമനോഹരമായ ഒരു പാർക്കുണ്ട്. 12 വയസ്സുള്ള കുട്ടികൾക്കാണ് ഈ പാർക്ക്. 12 വയസ്സിനോട് മുകളിലുള്ളവരോ അല്ലെങ്കിൽ മുതിർന്നവരോ അത് ഉപയോഗിച്ചാൽ 100 രൂപ വരെ പിഴ ഈടാക്കുമെന്ന് എൻട്രൻസിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ പാർക്കിനകത്ത് എഴുതിയിട്ടുണ്ട്, പിഴയുടെ എമൗണ്ട് എഴുതിയിട്ടില്ല. പക്ഷേ 100 രൂപ പിഴ ഈടാക്കുന്നതാണ് എന്ന് നമ്മുടെ കൗണ്ടറിൽ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ പ്രധാന ആകർഷണമാണ് എലിഫൻറ്റ് മ്യൂസിയം. ആന മ്യൂസിയമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സംഭവം. അപ്പോൾ നമുക്കിനി നേരെ അതിലേക്ക് കയറാം. ഈ പാർക്കിനോട് ചേർന്ന് തന്നെയാണ് ആന മ്യൂസിയം നിൽക്കുന്നത്. അപ്പോൾ കയറി ചെല്ലുമ്പം തന്നെയുള്ള പ്രധാന ആകർഷണം എന്ന് പറഞ്ഞാൽ ആനയുടെ സ്കെൽട്ടൺ തന്നെയാണ്.
അപ്പോൾ ഞാനിത് ആദ്യമായിട്ട് കാണുകയാണ്. ആദ്യമായിട്ട് കാണുമ്പോൾ ഉള്ള ഒരു കൗതുകം ഉണ്ടല്ലോ, ആനയുടെ സ്കെൽട്ടൺ. ആനയെ തന്നെ കണ്ടിരിക്കുന്നൊരു കൗതുകമാണ്. അപ്പോൾ പിന്നെ ആനയുടെ സ്കെൽട്ടൻ്റെ കാര്യം പറയണം. എന്ത് രസമെന്ന് നോക്കി. ഇതേത് ചെറിയ ആനയുടെ സ്കെൽട്ടൺ ആണെന്ന് തോന്നുന്നു. ഈ സ്കെൽട്ടൺ മൊത്തം താങ്ങി നിർത്തിയിരിക്കുകയാണ്. പല കമ്പികളിലും മറ്റും താങ്ങ് കൊടുത്ത് നിർത്തിയിരിക്കുകയാണ്. അല്ലാതെ പിന്നെ ഇത് പൊക്കി വയ്ക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ചെറിയ കമ്പികളും നൂൽക്കമ്പികളും ഒക്കെ ഇട്ട് കെട്ടി അഡ്ജസ്റ്റ് ചെയ്താണ് നിർത്തിയിരിക്കുന്നത്. എന്തായാലും സംഭവം കൊള്ളാം, നല്ല സൂപ്പറായിട്ടുണ്ട്. ഇത് നോക്കിക്കൊണ്ട് നമ്മൾ അറിയാതെ കുറേ നേരം നിന്നു പോകും. ആനയെ തന്നെ നമ്മളിങ്ങനെ എത്ര നേരം എന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുന്നു. ആനയെ കാണുമ്പം തന്നെ ഒരു കൗതുകമല്ലേ. കരയിലെ ഏറ്റവും വലിയ ജീവിയാണ് ആന. ആനയെ തന്നെ നമ്മൾ കുറേ നേരം നോക്കിക്കൊണ്ട് നിന്നു പോകും. അപ്പോൾ ഇത്തരം കാഴ്ചകളാണ് ഈ റൂമിനകത്തുള്ളത്. ആനകളുടെ കുറേ ക്യാൻഡിഡ് പിക്സും ഫോറസ്റ്റിനകത്ത് നിൽക്കുന്ന ഫോട്ടോസും പിന്നെ ആനയുടെ സ്കെൽട്ടണുമാണ് ഈ റൂമിലുള്ളത്. നമുക്കിനി അടുത്ത റൂമിലേക്ക് ചെല്ലുമ്പോൾ ഉള്ള കാഴ്ച ഒരു 10-30ഓളം വരുന്ന വിവിധ തരം സസ്തനികൾ, ഷഡ്പദങ്ങൾ തുടങ്ങിയ ജീവികളുടെയൊക്കെ ശബ്ദങ്ങളാണ്. അവ പുറപ്പെടുവിക്കുന്ന ശബ്ദങ്ങൾ നമുക്കിവിടെ വൺ ബൈ വൺ കേൾക്കാൻ പറ്റുമെന്നുള്ളതാണ്. കൂടാതെ ഈ റൂമിൽ തന്നെ ആനയെ പിടിക്കാനുള്ള ആനക്കെണികൾ പല രീതിയിലുള്ളത്. അത് അതിൻ്റെ പേര് മത്ത്, ആനക്കെണി, മുള്ളട, മുള്ളു പോലുള്ള കുറേ സാധനങ്ങളൊക്കെയാണ്. ആനയെ പിടിക്കാനായിട്ട് കെണി വെച്ച് പിടിക്കാനായിട്ടുള്ള കുറേ സാധനങ്ങൾ, പിന്നെ ആനയെ മെരുക്കാനായിട്ടുള്ള സാധനങ്ങൾ, തോട്ടി, ചങ്ങല പോലുള്ള സാധനങ്ങളൊക്കെ ഈ റൂമിലാണുള്ളത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ആനയുടെ മസ്തിഷ്കം, പിന്നെ ആനയുടെ ജോസ്, താടിയെല്ല്, പിന്നെ കാലിൻ്റെ ചിരട്ട, മുട്ടിൻ്റെ ചിരട്ടയും ഒക്കെ ഒരു ഗ്ലാസ്സിലിട്ട് വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വളരെ അടുത്ത് കാണാമെന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ്. ഇതൊന്നും പിന്നെ കയറി തൊടരുത്, ഇതെല്ലാം ഒന്ന് സ്പർശിക്കരുത്, നമുക്ക് എത്ര അടുത്ത് കാണാം. മ്യൂസിയത്തിലെ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങി. ഈ ആനകളെ കാണുമ്പോൾ 4 ആനകളെ ഇവിടെ ഉള്ളൂ. ഇപ്പോൾ നിലവിൽ 4 ആനകളാണ്. അതിന് നമുക്ക് അങ്ങോട്ട് ആനകളെ കാണാനായിട്ട് പോകാം. അപ്പോൾ പോകുന്ന വഴിയിലൊരു ബോർഡുണ്ട്, പാപ്പാന്മാരുടെ അനുവാദം കൂടാതെ ആനകളുടെ അരികിൽ പോകരുത് എന്നൊരു ബോർഡൊക്കെ ഉണ്ട്. അപ്പോൾ നേരെ കയറി ചെല്ലുമ്പോൾ ഫസ്റ്റിലെ ലെഫ്റ്റ് സൈഡിൽ ഒരു ആന നിൽപ്പുണ്ട്. അത് വെറുതെ നിന്നിങ്ങനെ പുല്ല് തിന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ പുല്ലുണ്ടല്ലോ, ചെത്തിയിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്, അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈവ എന്നാണ് കേട്ടോ ഈ ആനയുടെ പേര്.
ഇവിടെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് ഈവ മലയാറ്റൂർ ഡിവിഷനിൽ കോടനാട് റേഞ്ചിൽ ഏറുമുഖത്ത് നിന്നും 2003 ലഭിച്ചു. 20 വയസ്സുണ്ട് ഞാനെങ്കിൽ. അതിന് തൊട്ട് മാറി പ്രിയദർശിനി എന്ന് പറഞ്ഞൊരു ആനയുണ്ട്. 38 വയസ്സായി. കോന്നി ഡിവിഷനിൽ മണ്ണാറപ്പാറ റേഞ്ചിൽ പാലക്കുഴിയിൽ നിന്നും 1992 ലഭിച്ചതാണ് ഈ ആനയെ. പിടിയാനയാണ് കേട്ടോ, രണ്ടും പിടിയായിരുന്നു. ഇതിനെ പ്രത്യേകിച്ച് ട്രെയിൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ ക്യാമറയായിട്ട് വരുമ്പോൾ എന്താ വിവിധ തരത്തിലുള്ള പോസുകളാണ് നമുക്ക് തരുന്നത്. കൊള്ളാം, മതിയടാ മതി. അപ്പുറത്ത് തന്നെ വേറൊരു ആനയുണ്ട്, മീന. 31 വയസ്സ്. കോന്നി ഡിവിഷനിൽ മണ്ണാറപ്പാറ റേഞ്ചിൽ തുറയിൽ നിന്നും 1991 ലഭിച്ചു. ആളൊന്ന് കുളിക്കാണ് കേട്ടോ. ഇതും ഒരു പിടിയാനയാണ്. കണ്ണിൽ വെള്ളം വീണിട്ട് ചൊറിയുന്നു. എന്തായാലും അത് കൊള്ളാം. ഓസിനകത്തുനിന്ന് വെള്ളം പിടിച്ച് പമ്പ് ചെയ്യുന്നു. അടിപൊളി. ഇപ്പോൾ 3 ആനയുടെ കണ്ടു. ഇനി ഒരാന അടുത്ത സൈഡിലാണ്. ആ ആനയുടെ പേര് കൃഷ്ണ, 9 വയസ്സ്. ഇതും ഇതേ വെറുതെ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ ക്യാമറയുടെ അടുത്തോട്ട് വന്നപ്പോൾ ഒരു സലാമൊക്കെ തന്നു. ആഹോയ്, സലാം സലാം. ഞാനൊന്ന് കൈവക്കി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ കിട്ടിയിരിക്കുന്നത് തിരുവനന്തപുരം ഡിവിഷനിൽ പരുത്തിപ്പള്ളി റേഞ്ചിൽ കുട്ടപ്പാറയിൽ നിന്നും 2014 ലഭിച്ചു. 9 വയസ്സാണ് കേട്ടോ കൃഷ്ണയ്ക്ക്. ഇത് കൊമ്പനാണ് കൃഷ്ണ. കൊമ്പൊക്കെ ഉണ്ട്. ആരെയിലൊക്കെ വരുമ്പോൾ ഇങ്ങനെ എന്താണ് സലാം തരുമെന്ന് തോന്നുന്നത്. എന്തായാലും കൊള്ളാം. എന്നെ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാൻ തന്നെ ഒരു രസമാണ്. തലയൊക്കെ ആട്ടി കുറുമ്പ് കാട്ടി. കുട്ടിയാണ്, അതിൻ്റെതായിട്ടുള്ള ഒരു എന്താണ് കുട്ടിത്വമൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഏതൊരു ജീവി എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ എന്താണ് ചെറുപ്പം കുട്ടി ആയിരിക്കുമ്പോൾ അതിനൊരു വല്ലാത്തൊരു നിഷ്കളങ്കതയും സൗന്ദര്യമൊക്കെ നമുക്ക് കൂടുതൽ അനുഭവപ്പെടും. ഇതിനെ ഇങ്ങനെ നോക്കി നിന്നാൽ തന്നെ സമയം പോകുന്നത് അറിയില്ല. എന്തായാലും ഇന്നത്തെ ഈ കാഴ്ചകളും വീഡിയോയും ഇവിടെ അവസാനിപ്പിക്കാം. നമുക്കിനി തിരിച്ചു പോവാം.
അപ്പോൾ ആനക്കോട്ടിലെ കാഴ്ചകൾ ഇത്രയൊക്കെയാണ്. അടുത്തൊരു സ്ഥലവും അടുത്ത വിഷയമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ അഷ്ഫ സൈനിങ് ഓഫ്.